ആയിട്ട് ഈ ബൈക്കുമ്മ ഒരു ലോങ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അത്ര ലോങ് ഒന്നല്ല, കട വരെ പോവാണ്. ഭാഗ്യം സമ്മതിച്ചിട്ടുണ്ട്. ശ്രീകുട്ടനാണ് പിന്നിലിരിക്കുന്ന ആള്, എന്താക്കാവോ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. നമ്മള് ഒല്ലൂർക്കാണ് പോണത് കേട്ടാ. ഇന്ന് ഫൈനൽ ക്ലീനിങ് അൺബോക്സിംഗ് ഡേ ആണ്. ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ ഓപ്പൺ ചെയ്യാനുണ്ട്. ഉച്ചയായി, നല്ല നട്ടാപ്പുറ വെയിലത്താ പോണത്. അത്ര വലിയ ധൈര്യമൊന്നുമില്ല, പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുക. പിന്നെ വാതില് കൂട്ടിയിട്ട് വരാം. നമ്മളങ്ങനെ വിജയകരമായി നമ്മുടെ കടയിലെത്തിയിരിക്കുകയാണ്. ഇരിക്കുന്ന വണ്ടി ഇവിടെ നിന്ന് നമ്മൾ സതീശൻ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ ഒല്ലൂർക്ക് പോണത്. ഇവിടെ വണ്ടി കിടക്കുന്നുണ്ട്. ഭാഗ്യന് വല്ലൂരൊരു കല്യാണം ഉണ്ട്, നമ്മുടെ കൃഷ്ണേട്ടൻ്റെ മോൻ്റെ കല്യാണം. അപ്പോൾ അവിടെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോകണമല്ലോ, പിന്നെ അമ്മേരുടെ അടുത്ത് പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ സതീശ് ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി ഒല്ലൂർക്ക് പോവാം. അങ്ങനെ സത്യചേട്ടൻ്റെ ഓട്ടോയിൽ നമ്മൾ ഒല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെത്തും. അങ്ങനെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ പന്തൽ ഇടുന്നു. പന്തലിവിടെ ഇവിടെ എപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല, രണ്ടാൾക്കാരുണ്ട് ഇവിടെ. ഹായ് പറഞ്ഞേ, ഹായ് എന്ന് പറയും. ഇവിടെ പെയിന്റ് അടിച്ചു കൂട്ടാ, പച്ചയാണ്. ഇടയിൽ ഓരോ ടൈലിനും വേറെ വേറെ കളർ കൊടുത്ത കുറച്ചും കൂടി ഭംഗിയുണ്ട്. മടുത്തു. ഇവിടുത്തെ പണികൾ എപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഇവിടുത്തെ പണികൾ അവിടെ ഇലക്ട്രീഷ്യൻ ചേട്ടൻ, പ്ലംബിങ് ചേട്ടന്മാരൊക്കെ നിന്ന് പണിയോട് പണിയാണ്. ഇപ്പുറത്തെ ഇവിടെ ദിനേശ് ചേട്ടൻ മറ്റേ പന്തലിടുന്നുണ്ട്. ഇനി നമ്മുടെ അരിപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതിലാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടാട്ടാ. എനിക്ക് കമന്റ് ബോക്സ് വായിച്ചപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നി. ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കുഞ്ഞൻ്റെ ട്രോഫികളാണ് കേട്ടോ മുഴുവൻ. എല്ലാം ഇനി അതിൻ്റെതായ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഒരു ഓപ്പൺ ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മളാണ് അതിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ പിന്നെ കാണിച്ചാട്ടാ. അപ്പോൾ ഹോം ടൂർ വീഡിയോയിൽ ഡൈനിങ് ടേബിൾ ആണ്, അല്ലെങ്കിൽ ഒന്നും കാണാണ്ടാവില്ല ഹോം ടൂറിൽ. കുഞ്ഞിൻ്റെ സമ്മാനങ്ങളൊക്കെ ശ്രീകുട്ടൻ്റെ ഒതുക്കി അവിടെ ഇങ്ങനെ എവിടെയുടെ ഷെൽഫിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സമ്മാനങ്ങളുണ്ട്. കുഞ്ഞൻ ചെറുപ്പത്തിൽ നന്നായിട്ട് കഥാപ്രസംഗം പറയുമെന്നും ഈ ഡാൻസ് കളിക്കുന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ചാനലിൽ പണ്ട് തൊട്ടുള്ളവർക്ക് അത് പരിചിതമായിരിക്കും. അപ്പോൾ തൊട്ട് ആള് എല്ലാത്തിലും കയറി പങ്കെടുക്കുകയും ചെയ്യായിരുന്നു, സമ്മാനം മേടിച്ചു കൊണ്ടുവരികയും ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾ നേടിയത്. അതൊക്കെ ഒന്ന് വെക്കാനായിട്ട് ഒരു സ്പേസ് അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളത് നമുക്ക് മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചു. ആളുടെ റൂം മുകളിലാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞില്ലേ. കുറേ ദിവസമായില്ല ഞാൻ വർക്ക് ഏരിയ വൃത്തിയാക്കണത് കാണിച്ചു തരലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം മുന്നേ കുറേ പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടായി തന്നെ കുറേ സാധനങ്ങളൊക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത് ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കത്തി ഇടാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ അങ്ങനത്തെ അൽത്തുകുലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എസെൻഷ്യലാണ് അന്ന് നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ അവിടെ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂണ്, അതുപോലെ തന്നെ കലങ്ങൾ, പ്ലേറ്റുകൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സ്റ്റാൻഡിന്മേൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം നമ്മളിങ്ങനെ ഇപ്പോൾ മേടിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഒതുക്കി വെക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കും തോറും നമുക്ക് അതില്ല ഇതില്ല എന്നൊക്കെ കുറവുകൾ തോന്നും. അപ്പോൾ നമുക്ക് പതുക്കെ പോയി മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ പലചരക്ക് സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ പരിപ്പ്, കടല, പയർ, മുതിര, ഈ വക സംഭവങ്ങൾ, അതൊക്കെ ഇടാനായിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കുഞ്ഞൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ. അവിടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോക്കുന്നതാണ്. പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വരുമ്പോഴേക്കും ചേച്ചി അലമാരയിലൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബാത്റൂം ക്ലീനർ കാര്യങ്ങളൊക്കെയാണ്. 3 ബാത്റൂമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 3 റൂമുണ്ട്, 3 അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബാക്കി ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ പരിപ്പ്, പയർ, കടല ഐറ്റംസൊക്കെ നമ്മുടെ പാത്രങ്ങളിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ വീട്ടിൽ കയറുമ്പോൾ ഇങ്ങനെ നിറഞ്ഞിരിക്കണം അത്ര, കാലിപാത്രങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ കുറേ കാലിപാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കെട്ടിപ്പൂട്ടി ഒരു ചാക്കിൻ്റെ ഉള്ളിലാക്കിയിട്ട് വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നിറഞ്ഞിരിക്കുന്ന പാത്രങ്ങൾ മാത്രം റാക്കിൽ കയറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ചൊല്ലുണ്ട് അത്ര, നമുക്കൊന്നും അറിയില്ല ഈ വക കാര്യങ്ങളൊന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചേ
ഇനിയിപ്പോൾ പാത്രങ്ങൾ ആവശ്യം വരുമല്ലോ. ഇപ്പോൾ നമുക്ക് പരിപ്പും പയറും കടലയും മാത്രം വേണ്ട, അത് മറ്റേത് മറിച്ചത് എന്നൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പിങ്ങൾ ഇനിയും ചെയ്യാനുണ്ടാവും. അപ്പോൾ ചേച്ചി അത് ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേച്ചി പരിപ്പിടുന്നു, ഞാൻ പയറിടുന്നു, കടലയിടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള പാത്രങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, തികയാതെ വന്നപ്പോൾ. അതിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ. റീസെൻ്റ്ലി നമ്മൾ പണിതത് 2 കട്ടിലാണ്. അതിലൊരെണ്ണം ഇതാണ് കേട്ടോ. ഇത് മാമൻ പണിത കട്ടിലാണ്, അമ്മയുടെ ആങ്ങളെ പണിത കട്ടിലാണ്. GIയിൽ വെച്ചിട്ട് നമ്മൾ പനമ്പ് അടിച്ചിട്ടാണ് ചെയ്ത് വെക്കുന്നത്. ബാത്റൂമൊക്കെ ചേച്ചി അടിച്ച് കഴുകുന്ന തിരക്കിലായിരുന്നു. അപ്പോഴേക്കും നമ്മളിവിടെ ബെഡ് കൊണ്ടുവന്നിട്ടു. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചവിട്ടികളുണ്ടല്ലോ, അതാണ് ചേച്ചി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടെന്ന് അവിടെ ഇട്ടപ്പോൾ നന്നായിട്ട് ചേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കിടക്കകൾ ഇന്നലത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ അതേ ചേച്ചി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഇത്രയ്ക്ക് ഹൈറ്റ് ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കുഴപ്പമില്ല, നല്ല കംഫർട്ടബിളാണ്. നമ്മൾ വൺസ് യൂസ്ഡ് ടു ആയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് തോന്നുമല്ലോ. അവിടെ നമ്മൾ ലാവൻഡർ കളറിലുള്ള നമ്മുടെ ബെഡ്ഷീറ്റാണ് ഇട്ടത്. ഏട്ടായി പോയിട്ടുണ്ട് പില്ലോ മേടിക്കാൻ വേണ്ടിയിട്ട്. പില്ലോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഉള്ള പില്ലോസൊക്കെ ആണെങ്കിൽ കുറച്ച് ഓൾഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൂമിലത്തെ കട്ടിലും അതുപോലെ തന്നെ കിടക്കയും. അതൊക്കെ അറേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് അച്ഛനും. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ചേച്ചിയുടെ കസിനാണ്, ആദ്യ ചേച്ചി കേട്ടോ. ഇവിടെ ഇളയച്ഛൻ്റെ ഇളയമ്മയുടെ മകൻ്റെ ഭാര്യയാണ്. അപ്പോൾ നമ്മളിവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇതാണ് ഒരു കട്ടിൽ. പിന്നെ ഒരു കിടക്ക മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, കുഞ്ഞൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുഞ്ഞൻ്റെ റൂമിലേക്ക് ഇവിടത്തേക്കാളും വലിയ കിടക്കയാണുള്ളത്. ചേച്ചിയും ചേട്ടനും കിടക്കുന്നേക്കാളും കുറച്ച് വലിയ കിടക്കയാണ്. നമ്മൾ മഴ കൊണ്ടിട്ട് കണ്ടോ കുഞ്ഞൊരു റൗണ്ട് വന്നിരിക്കുന്നത് കണ്ടോ, അതങ്ങോട്ട് പോണില്ല. പക്ഷെ കിടക്ക ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ ഇതാ സ്റ്റെയർ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. ഹോം ടൂർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാൻ, എനിക്ക് നിങ്ങളോട് വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാൻ ഇല്ലാണ്ടാവുമെന്ന്. ഇവിടെയാണ് കുഞ്ഞൻ കിടക്കുന്നത്. അപ്പോൾ കുഞ്ഞൻ്റെ റൂമിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് ഈ ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. അടിപൊളിയായിട്ട് നന്നായിട്ട് മാച്ചിന് ചെയ്യുന്നുണ്ട്. ചെറിയ ചുളിവുകളൊക്കെ ഉണ്ട്, ഞാനിങ്ങനെ അയൺ ചെയ്യണമെന്ന് ചോദിക്കുകയായിരുന്നു ചേച്ചിയുടെ അടുത്ത്. പിന്നെ നമ്മുടെ കുഞ്ഞിനെ പഠിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് അമ്മയുടെ കിടക്ക. അമ്മ കുറച്ച് നാൾ മുന്നേ മേടിച്ചതാണ് അത്ര. അത് അമ്മയിലേക്ക് കിടക്കാനായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് അമ്മയുടെ റൂമാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ല, മാസ്റ്റർ ബെഡ്റൂമാണ് അമ്മയുടെ റൂമിലേക്ക് അറേഞ്ച് ചെയ്ത്. എന്തൊക്കെ ഞാൻ ഈ പറയണമെന്ന്, വയ്യാണ്ടായിട്ടാന്ന് തോന്നുന്നുണ്ടെന്ന്. അപ്പം മനസ്സിലായില്ലേ കാര്യം എന്താണെന്ന്. ഈ സംഭവം ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം അമ്മയുടെ കിടക്കയും കൂടി സെറ്റായി. ഈ കാണുന്ന കിടക്ക നമ്മൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും സുഖമായിട്ട് എപ്പോഴെങ്കിലും മകളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ മേടിച്ചിട്ടുള്ളതാണ്. അത് മുകളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. മുകളിലാണ് കുറച്ചും കൂടി സൗകര്യമുള്ള ഈ സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറ്റി വെക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ കയറ്റലും ഇറക്കലും ഒരു പണിയാണല്ലേ. ഇനിയിപ്പോൾ കയറ്റലോട് കൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇറക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ അടിച്ച് വാരിയിട്ട് തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോഫ കാണിച്ചു തരൂ ശ്രീ, അങ്ങനെ കാണിച്ചു തരൂ എന്നൊക്കെ കുറേ അഭിപ്രായങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വിത്ത് റേറ്റ് അടക്കം ഏട്ടായിയോട് ചോദിച്ചിട്ട് ഏട്ടായിയുടെ സമ്മതം ഉണ്ടെങ്കിൽ പറയാമെന്ന് വിചാരിക്കുന്നു. TV ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോഴേക്കും. TVമേ ഒരു വരയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ കുഴപ്പമൊന്നുമില്ല, കാണാം. നമ്മുടെ വീട്ടിൽ ഇതിനേക്കാളും വലിയ വരയുള്ളതാണ് ഇരിക്കുന്നത് TV. നമ്മുടെ TV മേടിച്ചതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ഡിസ്പ്ലേ പോയതാ, നമ്മുടെ വല്ലൂരത്തെ TV. പിന്നെ നമ്മൾ പഴയ TV ആണ് കാണുന്നത് കേട്ടോ. അങ്ങനെ പൊടികളൊക്കെ ഉണ്ടല്ലോ, എല്ലായിടത്തും കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ട്രീഷ്യൻ ചേട്ടൻ ഇന്ന് കുറച്ച് നേരത്തെയാണ് പോയത് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ഇനി ചെയ്ത് തീർക്കാണ്ടെന്ന് പറഞ്ഞു. ഒരു ഫാനൊക്കെ വർക്ക് ചെയ്യാത്തതൊക്കെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുകയൊക്കെ വേണം. അപ്പോഴേക്കും ആതിരേച്ചി ഒരു സൈഡിൽ നിന്ന് അടിച്ചു വാരി തുടങ്ങിയപ്പോൾ നമ്മുടെ ചേച്ചി സുജ മറ്റു സൈഡിൽ നിന്ന് തുടച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈലായ കാരണം കൊണ്ട് തുടച്ചെടുക്കാനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മറുവശത്ത് നിന്നിട്ട് അച്ഛൻ നമ്മുടെ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കുകയാണ്. ഒരു സൈഡിൽ ബെഞ്ചും പിന്നെ 4 കസാര എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏട്ടായി പറഞ്ഞ പോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും മീഷോന്നൊക്കെ ആയിട്ട് ഒരുപാട് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാത്റൂം ഫിറ്റിങ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ടേബിൾ മാറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ എല്ലാവരും വരുമ്പോൾ ഭംഗിയിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എത്ര ദിവസത്തേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഞാനാണെങ്കിൽ ചേച്ചി എല്ലാ ദിവസവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളാണ്. പിന്നെ അവർക്ക് എൻ്റെ പോലെ ഈ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും പരിപാടികളില്ലല്ലോ എന്ന്. അപ്പോൾ അച്ഛൻ എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡൈനിങ് ടേബിളും കാര്യങ്ങളായിരുന്നു. മണ്ണമ്പേട്ട സുരേഷ് ഏട്ടനാണ് പണിതിട്ടുണ്ടായിരുന്നത് കേട്ടോ. അമ്മയാണ് പഠിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്.
അമ്മേരെ ഐഡിയയും ഡിസൈനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അമ്മ മാത്രമാവാൻ വഴിയില്ല, ഏട്ടായിയുടെ അഭിപ്രായം എന്തായാലും തേടിയിട്ടുണ്ടാവും. കാരണം ആ വക കാര്യങ്ങളിലൊക്കെ ഏട്ടായിക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ടാവും. പിന്നെ നമ്മളിത് അവിടെയൊക്കെ തുടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചി വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മൾ ആനക്കല്ല് ആ വശത്തുനിന്നെങ്ങാണ്ടാണ് ഡൈനിങ് ടേബിളും അമ്മ ഓർഡർ ചെയ്ത് കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും ഏട്ടനും ചേച്ചിയൊക്കെ പോയി സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് കിച്ചണിൻ്റെ മെയിൻ കിച്ചണാണ്. ഇവിടെ നമ്മൾ അടുപ്പും അതുപോലെയുള്ള ഹോമും ചിമ്മിനിയും ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇത് കിച്ചണിൻ്റെ ഏറ്റവും ലാസ്റ്റ് വർക്ക് ഏരിയ ആണ്. അവിടെയും ചേച്ചി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനാണ്. അതൊന്ന് നമുക്ക് തുറന്നു നോക്കിയാലോ. സുജിത്ത് ചേട്ടൻ്റെ പാപ്പൻ്റെ ചേച്ചിയുടെ ചേട്ടൻ്റെ പാപ്പൻ്റെ മകനാണ് കേട്ടോ. അവർ 3 പിള്ളേരാണ്. ഇപ്പുറത്തേക്ക് എന്താണ് ആദ്യ ചേച്ചി. ഇതുപോലെ തന്നെ ആ ഒരു ബന്ധമൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കണ്ടോ നമ്മുടെ ഫ്രിഡ്ജ് കുട്ടൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അടിപൊളി ഫ്രിഡ്ജാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേച്ചിയുടെ ഫ്രിഡ്ജ്. ഭയങ്കര ക്യൂട്ടാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ഫിനിഷിംഗ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഓണാക്കിയിട്ടിട്ട് പിന്നെ തുറന്നു നോക്കിയപ്പോഴാണ് അതിൻ്റെ ലൈറ്റൊക്കെ കത്തിയത്. നല്ല അടിപൊളി ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവരെന്നെ ഓപ്പൺ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് തന്നോട്ടെ, എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമായി അത്ര ഫ്രിഡ്ജ്. അച്ഛൻ കുറേ നേരം അതുമ്മേ താലോലിച്ച് ഓമനിച്ചൊക്കെ നിന്നു. അച്ഛന് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. ചോരാത്തിയും അതുപോലെ തന്നെ ഒരു ടെറസ് വീട് അച്ഛനും അമ്മയ്ക്കും വലിയൊരു ആഗ്രഹത്തിലുണ്ട് കേട്ടോ. വൈകാതെ നമുക്ക് അതും നടക്കുമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുറേ പെൺപിള്ളേരെയൊക്കെ ഇങ്ങനെ ഓരോ വശത്തേക്ക് ആക്കിയിട്ടേ അവരവരുടെ കാര്യങ്ങൾ ബാക്കിലേക്ക് വെച്ചു എന്ന് തോന്നുന്നു. എങ്കിലും കുഴപ്പമില്ല, സമയമുണ്ടല്ലോ നമുക്കെല്ലാം ചെയ്ത്. ആഗ്രഹങ്ങളുടെ വലിയൊരു കൊട്ടാരല്ലേ നമ്മുടെ ജീവിതം. അത് കാരണം കൊണ്ട് പയ്യെ പയ്യെ എല്ലാം നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ മുറ്റം നമുക്ക് കുറച്ച് ബേബി മെറ്റൽ വിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ടാർപ്പായ അല്ല, ഇങ്ങനത്തെ ഒരു സംഭവം പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിരിക്കുന്നത്. പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, അവിടെയാണ് നമ്മൾ ചെടി വയ്ക്കാൻ പോകുന്നത്. ബ്ലാക്ക് ഗ്രീൻ ആൻഡ് വൈറ്റ് ഉള്ള അഗ്ലോണിമയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി അവിടെ കുത്തി സെറ്റാക്കുന്നുണ്ട്. ചേച്ചി അച്ഛനും പരിവാരങ്ങളും കൂടെ ഭയങ്കരമായിട്ട് നാവുക്ക് കുഴയണു. വയ്യാണ്ടായിട്ടാന്ന് തോന്നുന്നുണ്ട്. ഉറക്കവും കാര്യങ്ങളൊന്നും ശരിയാവാണ്ടാന്ന് തോന്നുന്നുണ്ട്. അച്ഛനും പരിവാരങ്ങളും അവിടെ ഷീറ്റ് വിരിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ചെടി വയ്ക്കൽ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അടുത്തു നിന്ന് കുറേ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അകത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റുകളാണ് കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടി, പിന്നെ അമ്മ വെച്ച് പിടിപ്പിച്ച ചെടികളൊക്കെ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അവിടെ അത്രയും വന്നപ്പോൾ തന്നെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബേബി മെറ്റലിൻ്റെ വണ്ടി വന്നു. ഇനി അത് നമുക്ക് തട്ടാം. മെറ്റലിടുന്നതിൻ്റെ കാരണേ ചെളി ചവിട്ടി അകത്തേക്ക് കയറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാകുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിടന്നോളും. അങ്ങനെ അടുത്ത പണിയിലേക്ക് അച്ഛൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. മെറ്റൽ വിരിപ്പ്. ഇനി ഇവിടെ മൊത്തം മെറ്റൽ വിരിക്കൽ അച്ഛനും പിന്നെ എല്ലാവരും കൂടിയിട്ടായിരുന്നു കേട്ടോ. അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് കേട്ടില്ലേ, അതുപോലെ എല്ലാവരും കൂടിയിട്ടുണ്ട്. മൂന്ന് സൈഡിലും ചെളിയുടെ കുറച്ച് നമുക്ക് ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മെറ്റലിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഗസ്റ്റൊക്കെ വന്നു തുടങ്ങി. നാളത്തെ ഫംഗ്ഷൻ ഉള്ളത് തൊട്ടപ്പുറത്ത് ഈ പറഞ്ഞപ്പോൾ തന്നെ ഇളയമ്മയും ഇളയച്ചന്മാരും ഒക്കെ ഉള്ള കാരണം കൊണ്ടേ അവിടേക്ക് ബാക്കിയുള്ള നമ്മുടെ ബന്ധുക്കളും എല്ലാവരും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ദാ ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കുന്നു. ഞാൻ അവിടെ അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ ടൈലില്ലേ അതുകൊണ്ട് ഇതിങ്ങനെ പരത്തി ലെവലാക്കി ഇടുന്നു. ഒരു 10 മണിക്ക് ആയപ്പോഴേക്കും കഴിഞ്ഞു എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് വണ്ടി നമ്മുടെ വീട്ടിലല്ലേ കടയിലിരിക്കുകയല്ലേ. അത് കാരണം കൊണ്ട് ഞാൻ വണ്ടിയിൽ മടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു 7 മണിയായപ്പോൾ ഒല്ലൂരിന്ന് നമ്മുടെ തലൂര് കടയിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്നേക്കാളും മുന്നേ ലൈറ്റ് ഇട്ടിട്ട് വീടിൻ്റെ ദൃശ്യം നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള വർണ്ണമനോഹരമാണി മാളിക വർണ്ണം വിളങ്ങി വിതറി ശ്രീകുട്ടനും വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനും ശ്രീകുട്ടനും കൃഷ്ണൻ്റെ മോൻ്റെ കല്യാണമാണ്. ചായക്കട കൃഷ്ണേട്ടല്ലേ. അപ്പോൾ നാളെ കല്യാണമാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പോവാം. നമുക്ക് തലേദിവസം ഉണ്ട്, കൂട്ടിക്കൊണ്ടുവരാണ്ട് പെണ്ണ് കൊണ്ടുവരാണ്ട് ഒക്കത്തിനുണ്ട്. പക്ഷേ ഇന്ന് പോയിട്ട് നമ്മൾ പോവും. നാളെ ചേച്ചിയുടെ
വീട് താമസമായ കാരണം. ഇവർ രണ്ടുപേര് ഇത് വന്നിട്ടുണ്ട്. അങ്ങോട്ട് വണ്ടി കൊണ്ടുപോയി, ഇങ്ങോട്ട് അവിടെ നിന്ന് നടന്നു വന്നു. നടന്നില്ല, ഓട്ടോയിൽ വന്നു. വൈകുന്നേരമായി. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി എടുത്ത് വരണ്ട. വണ്ടി എടുത്ത് ഏട്ടനെ അങ്ങനെ വലിയത്, പക്ഷെ ഞാൻ ഏട്ടൻ വണ്ടി എടുക്കണം അങ്ങനെ രണ്ട് മനസ്സിൽ തന്നു. ധൈര്യം ഉണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ എനിക്കിത് മഴ പെയ്താലോ എന്നൊരു പേടി തന്നെയൊന്നല്ല. വൈകുന്നേരത്ത് ഒരു കല്ല് ചെയ്യാണ്ട് വണ്ടി എടുത്ത് ഭയങ്കര തിരക്കൊക്കെ അതൊക്കെ ഉണ്ട്. അച്ഛനറിയാം. വാ പോയിട്ട് വരാം നമുക്ക്. താക്കോലൊക്കെ വണ്ടിയിലിട്ടുണ്ടെന്നാ. അങ്ങനെ അച്ഛനും മോനും പോയിട്ട് തലേദിവസത്തെ സദ്യ കഴിച്ചിട്ട് വരട്ടെ. ഞാൻ വിചാരിച്ചു, ഞാൻ അപ്പോഴേക്കും കുളിച്ച് റെഡിയായിട്ട് സെറ്റായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇവരിപ്പോൾ വരും കേട്ടോ, ഓടി വരും. നമ്മുടെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം ഓണാകുമ്പോഴേക്കും. അതാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം. അപ്പോൾ ഭാഗ്യം പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത്. തിരിച്ച് നമ്മൾ വന്നത് ഓട്ടോയിലാണ് കേട്ടോ, സത്യൻ ചേട്ടൻ്റെ ഓട്ടോയിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഫൈനലി ഞാനങ്ങനെ കുളിക്കട്ടെ കേട്ടോ. പീരിയഡ്സ് ആയതുകൊണ്ട് നമുക്ക് നാളെ ഗണപതി ഹോമത്തിന് കാലത്ത് എത്താൻ പറ്റില്ല. പാല് കാച്ചലിന് നമുക്ക് രാവിലെ 6 മണിക്കാണ് സമയം പറഞ്ഞു നോക്കണത്. 6 മണിക്ക് എത്തണം, 6 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ ചേച്ചിയും ചേട്ടൻ്റെ അമ്പലത്തിലാണ്. നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഗണപതി ഹോമം ചെയ്യാൻ സൗകര്യമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ അമ്പലത്തിലാണ് ഗണപതി ഹോമത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നോക്കുന്നത്. 6 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അമ്മയാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾ കേട്ടോ. എല്ലാ ഫുഡും അമ്മയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പുളിഞ്ചി മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അമ്മ അവിടെ അമ്മയും അമ്മായിയും നമ്മുടെ മാമൻ്റെ അമ്മായിയും കൂടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കാലത്ത് പോണ വഴിക്ക് അമ്മേനെയും അമ്മായിനെയും ബദ്രൂസിനെയും നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് വേണം 6 മണിക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. 6 മണി 6:15 കൂടിയിട്ടാണ് എത്തേണ്ടത്. 6:30ക്കാണ് മുഹൂർത്തം അവസാനിക്കുക. അപ്പോൾ ഞാനിനി ആകെ എന്താ പറയുക, ബുളുവായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ പതുക്കെ പോയിട്ട് ഒന്ന് കുളിക്കട്ടെ. അപ്പോൾ ഭാഗ്യനാട്ടന് വരുന്നേക്കാളും മുന്നേ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങണം. അപ്പോൾ ഇവിടെ നല്ല വെളിച്ചുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പതുക്കെ കുളിച്ച് നാളത്തേക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്ത് വയ്ക്കാം. നമ്മൾ ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടാണ് ഇരുന്നിരുന്നത്. ചേച്ചിയുടെ വീടിൻ്റെ പാല് കാച്ചൽ അടിച്ച് പൊളിക്കണം, സൂപ്പറാക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മളെന്താ പറയുക, മറ്റേ ഐസ്ക്രീം പോലെ കാര്യങ്ങൾ. അതായത് ആദ്യം നല്ല മഞ്ഞുകട്ടേരെ പോലെ ഇരിക്കും, പിന്നെ അരിഞ്ഞ് കാടിവെള്ളം പോലെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ അങ്ങനെയായിരുന്നു. ആദ്യം വലിയ രീതിയിൽ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കണം. ഏറ്റവും ലാസ്റ്റ് ഇപ്പം അന്വേഷിക്കണേ ഉള്ളൂ, നേരത്തെ നാളെ എന്ത് ഇടും പാല് കാച്ചലിൻ്റെ സമയത്ത് നിന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പം ഞാൻ എന്തായാലും പോയി കുളിക്കട്ടെ, ഞാൻ തീരെ വയ്യണ്ട ഇവിടെ. ഡ്രസ്സൊക്കെ നാളെ തട്ടിക്കൂട്ടാണ് കേട്ടോ. ഞാൻ ഒന്നും അറേഞ്ച് ചെയ്ത് ചിന്തിച്ചില്ല, ഇപ്പോഴാണ് ചിന്തിക്കണം ഏത് ഡ്രസ്സ് ഇടും നാളെ. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയാനുള്ളത് പല കളറിലുള്ള ഒരു ഷോളാണ്. ഇതെനിക്കൊരു ചേച്ചി അയച്ചതാണ്. ഞാൻ ഈ കുറെ ദിവസമായിട്ട് മറന്നായിരുന്നു എന്റെ കാര്യം. ഇപ്പോഴാണ് ഞാനിത് കാണുന്നത്. ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകണമെന്ന്. ശ്രീകുട്ടനുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചപ്പോഴാണ് ഞാൻ എടുത്ത് ഇങ്ങനെ നിർത്തി നോക്കിയപ്പോഴാണ് അത് ഫുൾ കൈയാന്ന് കണ്ടത്. പിന്നെ അതവൻ ഇടില്ല എന്നുള്ളൊരു ഡൗട്ടിൽ വേറൊരു ബനിയൻ എടുത്ത് സെറ്റാക്കി നാളെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ അടക്കി പറക്കി ഒതുക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ കണക്ക് പുസ്തകത്തിലത്തെ ഒരു പേജും കൂടി വെട്ടാറായി. നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. ഞാനിങ്ങനെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചാൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്ലാനായിരുന്നു ചേച്ചിയുടെ വീട് എന്ന് പറയുന്നത്. അപ്പൊ നാളെ പാല് കാച്ചലാണ്. നമ്മൾ അങ്ങനെ ഒരുപാട് വലിയ രീതിയിൽ ആഘോഷിക്കണില്ല പറഞ്ഞില്ലേ. അമ്മയെ തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ അമ്മ തകൃതിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. അയ്യോ എന്താ പറയാ, ഒരു വല്ലാത്ത സന്തോഷം. എനിക്ക് നമ്മുടെ വീട് ഇങ്ങനെ ഒരുക്കണതൊന്നും കാണിച്ചു തരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ചേച്ചിയുടെ വീട് ഒരുക്കണതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ പറ്റി. അതിലൊരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ പ്രാർത്ഥനയും നമ്മുടെ ഫാമിലിയുടെ ബോണ്ടും ഒക്കെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ അല്ലേ. അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പൊ ഇന്നത്തെ ദിവസം കൂടെ കഴിയാം. എന്തോരം നമുക്കിങ്ങനെ പറഞ്ഞിട്ട് മതിയാവണില്ല. അതായത് നന്ദി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് മതിയാവണില്ല. അത് വീണ്ടും പറയുമ്പോൾ ഈ കാണുന്നവർക്ക് ഭയങ്കര ആലോചകരമായിട്ട് തോന്നി. ഇപ്പൊ എന്നെ പറഞ്ഞതന്നെ പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ ഞാനത് അങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾക്ക് എന്നിലൊരു മുഷിപ്പ് ഉണ്ടാക്കണില്ല. എപ്പോഴും ഇവിടെ ഉണ്ട്,
ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഡയറിയിൽ കുറേ കാര്യങ്ങൾ. ഫൈനലി അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഒരു പതുക്കെ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ടിക്കിടില്ലേ എഴുതിയ കാര്യങ്ങളൊക്കെ, അങ്ങനെ ടിക്കിട്ട് പോയി എല്ലാം ടിക്കായിന്ന്. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ടിക്കിടാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നല്ലൊരു ദിവസമായിരുന്നു. നാളെ കാലത്ത് നേരത്തെ എണീറ്റിട്ട് നമുക്ക് പോകണം. ഞാൻ ഡ്രസ്സൊക്കെ അവിടെ ഇങ്ങനെ തേച്ച് മടക്കി വെച്ചിട്ടുണ്ട്. ഭാഗ്യനും ശ്രീകുട്ടനും ഇതുവരെ എത്തിയിട്ടില്ല, കൃഷ്ണേട്ടൻ്റെ മകൻ്റെ. അപ്പം നാളെ നമുക്ക് പോകാൻ പറ്റും. അപ്പം ഇന്ന് തലേദിവസം പോയിട്ട് പോകുന്നതാണ് മകൻ്റെ കല്യാണത്തിന്. അപ്പം ഞാൻ നിങ്ങളോട് ഇന്നത്തേക്ക് യാത്ര പറയുകയാണ്. ഒരുപാട് സന്തോഷം. എൻ്റെ തലയിലൊക്കെ എനിക്ക് വേദന എടുക്കുന്നുണ്ട്. ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒന്നും പ്രോപ്പർ ആവണില്ല. ചേച്ചിയൊക്കെ അവിടെ ഭയങ്കരമായ പരിപാടിയില്ല. ചേച്ചി ചേട്ടായി അച്ഛൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അച്ഛനും അമ്മയും എൻ്റെ പൊന്നോ, ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞാൽ അവരുടെ മക്കളായിട്ട് ജനിക്കാൻ പറ്റിയത് തന്നെയാണ് എൻ്റെ ചേച്ചിയിലൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തോന്നാറുണ്ട്. അപ്പൊ നമുക്ക് ഇനി നാളെ പാലുകാച്ചലിന്റെ വീഡിയോ ആയിട്ട് കണ്ടാലോ. അപ്പൊ ഞാൻ പോട്ടെ കേട്ടാ, ഞാൻ പോയിട്ടിരുന്ന് നിങ്ങൾക്ക് ഇന്ന് കാണാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ടാറ്റ ബൈ.